വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി. വന്യമൃഗങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള ഇരകൾ മാത്രമായാണ് ആദിവാസികളെയും കുടിയേറ്റക്കാരെയും സർക്കാർ കാണുന്നത്. ഇത് മലയോര കർഷകരെ നിശബ്ദമായി കുടിയിറക്കാനുള്ള ഗൂഢശ്രമമാണെന്നും ജോസഫ് പാംപ്ലാനി ആരോപിച്ചു. വന്യമൃഗശല്യത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് പേരാവൂർ MLA സണ്ണി ജോസഫ് ഇരിട്ടിയിൽ ഉപവാസ സമരം തുടങ്ങി. വന്യമൃഗശല്യത്തിനെതിരെ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഇരിട്ടിയിൽ സണ്ണി ജോസഫ് MLA നടത്തുന്ന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യവെയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ബിഷപ്പ് പാംപ്ലാനി രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. മലയോര കർഷകർക്ക്, ഇവിടെ ജീവിക്കുന്ന ആദിവാസി സഹോദരങ്ങൾക്ക് അവകാശങ്ങളൊന്നുമില്ല. അവരെ സർക്കാർ കരുതുന്നത് ഇവിടുത്തെ വന്യമൃഗങ്ങൾക്ക് ഭക്ഷിച്ചു തീർക്കാനുള്ള കേവലം ഇരകൾ മാത്രമായിട്ടാണ് എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ കുറ്റപ്പെടുത്താനാവുമോ? വനസംരക്ഷണത്തിന്റെ ചുമതലയുള്ള വനപാലകർ കുടിയേറ്റക്കാരുടെ അടുക്കളയിൽ കയറി പരിശോധന നടത്തിയാൽ അത് അനുവദിക്കില്ലെന്നും പാംപ്ലാനി പറഞ്ഞു. വൈകിട്ട് 6 മണി വരെയാണ് MLA സണ്ണി ജോസഫിന്റെ ഉപവാസ സമരം. അതിനിടെ ആറളം ഫാമിൽ പുനരധിവാസ മേഖലയിലും കൃഷിയിടത്തുമായി തമ്പടിച്ച ആനകളെ തുരത്തുന്നതിനുള്ള ഓപ്പറേഷൻ എലഫന്റ് ദൗത്യത്തിന് ഇന്ന് തുടക്കമായി. 2 ആഴ്ചത്തെ ദൗത്യത്തിന് വനം ഉദ്യോഗസ്ഥ യോഗം രൂപരേഖ തയ്യാറാക്കി. പുനരധിവാസ മേഖലയിൽ തമ്പടിച്ച ആനകളെയാണ് ആദ്യം കാട്ടിലേക്ക് തുരത്തുന്നത്. ആറളം RRT, കൊട്ടിയൂർ റേഞ്ച്, ആറളം വന്യജീവി സങ്കേതം എന്നിവിടങ്ങളിൽ നിന്നുള്ള വനപാലകരെ ചേർത്തുള്ള 50 അംഗ സംഘത്തിനാണ് ചുമതല. മീഡിയ 1 കണ്ണൂർ.